സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 412 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിലുള്ളത്. 410 പോയിന്റുമായി കോഴിക്കോട് തൊട്ടു പിന്നിലുണ്ട്. 408 പോയിന്റുമായി ആതിഥേയരായ തൃശൂർ മൂന്നാം സ്ഥാനത്താണ്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനുണ്ട്. സനിസ, നിലവിലെ പോയിന്റ് നിലയൊക്കെ നോക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. എങ്ങനെയാണ് കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ, വിവരങ്ങൾ? ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. കണ്ണൂര് 417 പോയിന്റുമായി മുന്നിൽ നിൽക്കുമ്പോൾ രണ്ടാമതായി 415 പോയിന്റുമായി കോഴിക്കോട് നിൽക്കുന്നുണ്ട്. ആതിഥേയരായിട്ടുള്ള തൃശ്ശൂരാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് വേദി 4-ലാണ്. പവിഴമല്ലി എന്നാണ് ആ വേദിയുടെ പേര്. ഇവിടെ ഇപ്പോൾ മോഹിനിയാട്ട മത്സരം പൂർത്തിയായിട്ടേ ഉള്ളൂ. ഇതാ ആളുകളൊക്കെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാം. ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയുടെ ടീച്ചറെയുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അജിത ടീച്ചറാണ് ഒരു ടീച്ചർ. ഇവര് ഈ മത്സരാർത്ഥിയും ടീച്ചറും തമ്മിൽ ഒരു വലിയൊരു ബന്ധമുണ്ട്. ഇവര് അമ്മയും മകളുമാണ്. അമ്മ തന്നെയാണ് ടീച്ചറും ഒക്കെ. ഈ ഉമാരഞ്ജിനിക്ക് അത്തരത്തിൽ ഒരു അമ്മയും മകളും സംസ്ഥാന കലോത്സവ വേദിയിൽ എത്തിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ്. പറഞ്ഞോളൂ. സന്തോഷമുണ്ട്. സ്റ്റേറ്റിൽ ഞാൻ മോഹിനിയാട്ടത്തിന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. നങ്ങ്യാർകൂത്തിന് കഴിഞ്ഞ 4 വർഷം ഉണ്ടായിരുന്നെങ്കിലും ഡാൻസിന്റെ പേരിൽ ആദ്യമായിട്ടാണ്. അപ്പൊ എന്റെ സന്തോഷം നല്ലോണം ഉണ്ട്. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചറാണോ? ചെറുതായിട്ട് അത്യാവശ്യം നല്ലോണം സ്ട്രിക്റ്റ് ആണ്. ആവശ്യത്തിന്. ഇപ്പോൾ മത്സരം പൂർത്തിയായി. എന്താ എ ഗ്രേഡ് തന്നെ പ്രതീക്ഷിക്കാം അല്ലെ? പ്രതീക്ഷിക്കാം. ഇല്ലേ, വീട്ടിൽ ചോറ് കിട്ടില്ല? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നന്നായി ചെയ്യാൻ പറ്റി, അത്രേ ഉള്ളൂ. അപ്പൊ നാളെ നങ്ങ്യാർകൂത്തിനെ ഉണ്ടാവോ? ഉണ്ട്, നാളെ നങ്ങ്യാർകൂത്ത്. ഈ നങ്ങ്യാർകൂത്ത്, ഈ ചാക്യാർകൂത്ത് പോലെ നങ്ങ്യാർകൂത്തിൽ നിങ്ങൾക്ക് ഈ ഹാസ്യം, അങ്ങനത്തെ പരിഹാസം അതൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു മാറ്റം വേണമെന്നെങ്ങാനും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നങ്ങ്യാർകൂത്ത് എന്ന് വെച്ചാല് അതൊരു ക്ഷേത്രകലയാണ്. അതിൻ്റെതായ ഒരു ചിട്ടാട്ടങ്ങളുണ്ട്. അപ്പോൾ അത് ലേഡീസ് മാത്രം ചെയ്യുന്നതാണ്. പിന്നെ അതിന് മുദ്രകളിലൂടെ, ഡാൻസിനെ പോലെ തന്നെ പാട്ടുണ്ടാവില്ല, പക്ഷെ മുദ്രകളിലൂടെ മാത്രം നമ്മൾ ആശയവിനിമയം നടത്തുകയാണ്, ഒരു കഥ പറയാണ്. അതെ, നമുക്ക് മോഹിനിയാട്ടത്തിലേക്ക് തിരിച്ചു വരാം. അമ്മ അജിതയാണ് മോഹിനിയാട്ടം പഠിപ്പിച്ചത്, നൃത്തം തന്നെ പഠിപ്പിച്ചത് അല്ലേ? സ്കൂൾ. ഓക്കെ. അപ്പോ എങ്ങനെയാണ് ഈ മകളെ നൃത്തം പഠിപ്പിച്ചതിന്റെ ഒരു ഓർമ്മയൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? മോള് ചെറുതാകുമ്പോൾ തന്നെ ഡാൻസിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 4ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിന് വിട്ടു. പിന്നെ 4ാം ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മുതലാണ് ജില്ലയിൽ പോയത്. പിന്നെ ഈ വർഷം ആദ്യമായിട്ട് സ്റ്റേറ്റിൽ. വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു ഡാൻസ് ഒരു സ്റ്റേറ്റിൽ കളിക്കണമെന്ന്. അപ്പോൾ അതിപ്പോൾ ഈ വർഷം കൊണ്ട് സ്റ്റേറ്റ് കലോത്സവം തീരുകയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് നങ്ങ്യാർകൂത്ത് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ വർഷം ഒരു ഇരട്ടി സന്തോഷമാണ്. നങ്ങ്യാർകൂത്തിൻ്റെ പുറമെ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള മോഹിനിയാട്ടം അവൾക്ക് ചെയ്യാൻ പറ്റിയുള്ളതിൽ. അങ്ങനെ നമുക്ക് കുറച്ച് കണ്ടാലോ അല്ലേ? നമുക്ക് ഈ ഒരു മോഹിനിയാട്ടത്തിന്റെ കുറച്ച് സ്റ്റെപ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുന്നതായിരിക്കും. വളരെ വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് ഇനിയും
കാണണമെന്ന് തോന്നുക. മോഹിനിയാട്ടം കണ്ടിറങ്ങിയ ആൾക്കാരൊക്കെ വീണ്ടും ഇവിടെ നിന്ന് അത് ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വയനാട്ടിൽ നിന്നുമാണ് ഉമ്മ വന്നിട്ടുള്ളത്. ഉമ്മയുടെ വലിയ ഒരു സ്വപ്നമായിരുന്നു സ്റ്റേറ്റ് കലോത്സവത്തിൽ മോഹിനിയാട്ടം കളിക്കണമെന്ന്. അമ്മ നൃത്തം പഠിപ്പിച്ച കുട്ടിയാണ്. ഇങ്ങോട്ട് വന്നോളൂ. അത് അത്തരത്തിൽ ഒരു കലോത്സവ വേദി എന്ന് പറഞ്ഞാൽ വർഷ ഒരുപാട് നമുക്ക് ഇത്തരം ഇമോഷൻസിനും കൂടിയിട്ടുള്ള ഒരു വേദിയാണ്. അങ്ങനെ നമ്മൾ ഉമ്മയുടെ കഥ അറിയുന്നു, ആ നൃത്തത്തോടുള്ള